ശാന്തി. 24/9/24 പ്രഭാതമുരളി. ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എത്ര സമയം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമോ അത്രയും സമയം സമ്പാദ്യം തന്നെ സമ്പാദ്യമാണ്. ഓർമ്മയിലൂടെ നിങ്ങൾ ബാബയ്ക്ക് സമീപം വന്നുകൊണ്ടിരിക്കും. ചോദ്യം: ഏത് കുട്ടികൾക്ക് ഓർമ്മയിൽ ഇരിക്കുവാൻ സാധിക്കുന്നില്ലയോ അവർക്ക് ഏത് കാര്യത്തിൽ ലജ്ജ വരുന്നു? ഉത്തരം: തൻ്റെ ചാർട്ട് വയ്ക്കുന്നതിൽ അവർക്ക് ലജ്ജ തോന്നുന്നു. സത്യം എഴുതിയാൽ ബാബ എന്തു പറയും എന്ന് വിചാരിക്കുന്നു. എന്നാൽ സത്യസത്യമായ ചാർട്ട് എഴുതിക്കൊണ്ടേയിരിക്കണം. ഇതിൽ തന്നെയാണ് കുട്ടികളുടെ മംഗളം. ചാർട്ട് എഴുതുന്നതിൽ വളരെയധികം നേട്ടമുണ്ട്. ബാബ പറയുന്നു, കുട്ടികളെ, ഇതിൽ ലജ്ജിക്കാതിരിക്കൂ. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ 15 മിനിറ്റ് മുമ്പേ വന്ന് ഇവിടെ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ മറ്റൊരു ജോലിയുമില്ല. ബാബയുടെ ഓർമ്മയിൽ തന്നെ വന്ന് ഇരിക്കുന്നു. ഭക്തി മാർഗത്തിലാണെങ്കിൽ ബാബയുടെ പരിചയമേ ഇല്ല. ഇവിടെ ബാബയുടെ പരിചയം ലഭിച്ചു. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ എല്ലാ കുട്ടികളുടെയും പിതാവാകുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സമ്പത്ത് ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരേണ്ടതാണ്. ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ. നമ്മൾ 5 മാസത്തേതാണ് അഥവാ 2 മാസത്തേതാണ് എന്ന് എഴുതുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങൾ വലുതാണ്. ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തരുന്നു, ഇവിടെ ബാബയുടെയും സമ്പത്തിൻ്റെയും ഓർമ്മയിൽ ഇരിക്കണം. നമ്മൾ നരനിൽ നിന്നും നാരായണൻ ആകാനുള്ള പുരുഷാർത്ഥത്തിൽ തൽപരരാണ്, അഥവാ സ്വർഗത്തിൽ പോകുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നത് അറിയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇത് നോട്ട് ചെയ്യണം. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ എത്ര സമയം ഓർമ്മിച്ചോ? എഴുതുന്നതിലൂടെ ബാബ മനസ്സിലാക്കും. ഓരോരുത്തരും എത്ര സമയം ഓർമ്മയിൽ ഇരിക്കുന്നു എന്ന് ബാബയ്ക്കറിയാം എന്നത് പാടില്ല. അത് ഓരോരുത്തർക്കും സ്വന്തം ചാർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ബാബയുടെ ഓർമ്മയുണ്ടായിരുന്നോ അതോ ബുദ്ധി മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയോ? ഇപ്പോൾ ബാബ വരും എന്നതും ബുദ്ധിയിലുണ്ട്. അപ്പോൾ ഇതും ഓർമ്മയായല്ലോ. എത്ര സമയം ഓർമ്മിച്ചോ എന്നത് ചാർട്ടിൽ സത്യം എഴുതും. അസത്യം എഴുതുകയാണെങ്കിൽ കൂടുതൽ 100 മടങ്ങ് പാപം കയറും, കൂടുതൽ നഷ്ടമുണ്ടാവുകയും ചെയ്യും. അതിനാൽ സത്യം എഴുതണം. എത്ര ഓർമ്മിക്കുമോ അത്രയും വികർമ്മം വിനാശമാകും. നമ്മൾ സമീപം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതും അറിയുന്നുണ്ട്. ഒടുവിൽ എപ്പോൾ ഓർമ്മ പൂർത്തിയാകുമോ അപ്പോൾ നമ്മൾ വീണ്ടും ബാബയുടെ അടുത്തേക്ക് പോകും. പിന്നെ ചിലരാണെങ്കിൽ ഉടൻ പുതിയ ലോകത്തിൽ വന്ന് പാട്ട് അഭിനയിക്കും. ചിലർ അവിടെ തന്നെ ഇരിക്കും. അവിടെ ഒരു സങ്കല്പവും വരികയില്ല. അത് മുക്തിധാമമാണ്. ദുഃഖ സുഖങ്ങളിൽ നിന്നും വേറിട്ടതാണ്. സുഖധാമത്തിൽ പോകുന്നതിനായി ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു. എത്രത്തോളം നിങ്ങൾ ഓർമ്മിക്കുമോ അത്രയും വികർമ്മം വിനാശമാകും. ഓർമ്മയുടെ ചാർട്ട് വയ്ക്കുന്നതിലൂടെ ജ്ഞാനത്തിൻ്റെ ധാരണയും നല്ലതാകും. ചാർട്ട് വയ്ക്കുന്നതിൽ നേട്ടം തന്നെയാണുള്ളത്. ബാബ അറിയുന്നുണ്ട്, ഓർമ്മയിൽ ഇരിക്കാത്തത് കാരണമാണ് എഴുതുന്നതിൽ ലജ്ജ തോന്നുന്നത്. ബാബ എന്തു പറയും? മുരളിയിൽ കേൾപ്പിക്കും. ബാബ പറയുന്നു, ഇതിൽ ലജ്ജയുടെ എന്ത് കാര്യമാണുള്ളത്? ഓരോരുത്തർക്കും മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ അതോ ഇല്ലയോ. മംഗളകാരിയായ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. നോട്ട് ചെയ്യുകയാണെങ്കിൽ മംഗളം ഉണ്ടാകും. ബാബ വരുന്നത് വരെ എത്ര സമയം ഇരുന്നുവോ അതിൽ ഓർമ്മയുടെ ചാർട്ട് എത്രയുണ്ടായിരുന്നു?
വ്യത്യാസം നോക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ള വസ്തുവിനെ വളരെയധികം ഓർമ്മിക്കാറുണ്ട്. കുമാരിമാരുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ ഹൃദയത്തിൽ അന്യോന്യമുള്ള ഓർമ്മ നിലനിൽക്കുന്നു. പിന്നെ വിവാഹം കഴിക്കുമ്പോൾ ഉറച്ചതാകുന്നു. കാണാതെ തന്നെ മനസ്സിലാക്കുന്നു നമ്മുടെ വിവാഹ നിശ്ചയം നടന്നിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ശിവബാബ നമ്മുടെ പരിധിയില്ലാത്ത പിതാവാണ്. കണ്ടിട്ടില്ല, പക്ഷേ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ ബാബ അഥവാ നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണെങ്കിൽ പിന്നെ പൂജ ആരുടേതാണ് ചെയ്യുന്നത്? എന്തുകൊണ്ട് ഓർമ്മിക്കുന്നു? നാമരൂപത്തിൽ നിന്നും വേറിട്ടതും അനന്തവുമായ ഒരു വസ്തുവുമില്ല. തീർച്ചയായും ഒരു വസ്തുവിനെ കാണുമ്പോഴാണ് വർണ്ണന ഉണ്ടാകുന്നത്. ആകാശത്തെയും കാണുന്നുണ്ടല്ലോ, അനന്തം എന്ന് പറയാൻ സാധിക്കില്ല. ഭക്തിമാർഗത്തിൽ ഹേ ഭഗവാനെ എന്ന് ഭഗവാനെ ഓർമ്മിക്കുന്നു. അപ്പോൾ അനന്തം എന്ന് പറയില്ല. ഹേ ഭഗവാനെ എന്ന് പറയുമ്പോൾ ഉടനെ ആ ഒന്നിൻ്റെ ഓർമ്മ വരുന്നു. അപ്പോൾ തീർച്ചയായും ഒന്നുണ്ട്. ആത്മാവിനെയും അറിയുകയാണ് ചെയ്യുന്നത്, കാണുകയല്ല. സർവ ആത്മാക്കൾക്കും ഒരേ ഒരു പിതാവാണുള്ളത്. ആ ഒന്നിനെയും അറിയുന്നു. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ വന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. പഠിപ്പിക്കുന്നുമുണ്ട് എന്നത് മുൻപ് അറിയാമായിരുന്നില്ല. ശ്രീകൃഷ്ണന്റെ നാമം ചേർത്തു. ശ്രീകൃഷ്ണനെ ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നു. കൃഷ്ണനെക്കുറിച്ച് അനന്തം, നാമരൂപത്തിൽ നിന്നും വേറിട്ടത് എന്ന് പറയുവാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണൻ ഒരിക്കലും എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് പറയില്ല. അത് മുന്നിലുണ്ട്. കൃഷ്ണനെ ബാബ എന്ന് പറയില്ല. മാതാക്കൾ ശ്രീകൃഷ്ണനെ കുട്ടിയായി മനസ്സിലാക്കി മടിയിലിരുത്തുന്നു. ജന്മാഷ്ടമിക്ക് ചെറിയ ശ്രീകൃഷ്ണനെ ഊഞ്ഞാലാട്ടും. സദാ ചെറുതു തന്നെയാണോ? പിന്നെ രാസവിലാസവും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും അല്പം വലുതായി, പിന്നെ അതിനേക്കാൾ വലുതായി. എന്തുണ്ടായി, എവിടെ പോയി, ആർക്കും അറിയില്ല. സദാ ചെറിയ ശരീരം ആയിരിക്കുകയില്ലല്ലോ. യാതൊന്നും ചിന്തിക്കുന്നില്ല. ഈ പൂജയുടെയും മറ്റും സമ്പ്രദായം തുടർന്നു വരുന്നു. ജ്ഞാനം ആരിലുമില്ല. ശ്രീകൃഷ്ണൻ കംസപുരിയിൽ ജന്മമെടുത്തതായി കാണിക്കുന്നു. ഇപ്പോൾ കംസപുരിയുടെ കാര്യമേ ഇല്ല. ആർക്കും ചിന്ത നടക്കുന്നില്ല. ഭക്തർ പറയും ശ്രീകൃഷ്ണൻ എല്ലായിടത്തുമുണ്ട്. പിന്നെ കൃഷ്ണനെ സ്നാനവും ചെയ്യിക്കുന്നു, കഴിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ ഒന്ന് കഴിക്കുന്നില്ല, മൂർത്തിയുടെ മുന്നിൽ വയ്ക്കുന്നു, സ്വയം കഴിക്കുകയും ചെയ്യുന്നു. ഇതും ഭക്തിമാർഗമായല്ലോ. ശ്രീനാഥിന് വേണ്ടി ഇത്രയും ഭോഗ് വയ്ക്കുന്നു, ആ ഒന്ന് കഴിക്കുന്നില്ല, സ്വയം കഴിക്കുകയാണ് ചെയ്യുന്നത്. ദേവിമാരുടെ പൂജയും ഇങ്ങനെ ചെയ്യുന്നു. സ്വയമേ ദേവിമാരെ ഉണ്ടാക്കുന്നു, അവരെ പൂജിച്ച ശേഷം പിന്നെ മുക്കുന്നു. ആഭരണങ്ങളും മറ്റും ഊരിയ ശേഷം മുക്കുന്നു. പിന്നെ അവിടെയാണെങ്കിൽ ധാരാളം പേർ കഴിയുന്നു. ആർക്ക് കയ്യിൽ എന്ത് കിട്ടിയോ അതെടുക്കുന്നു. ദേവിമാരുടെ തന്നെ പൂജയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. ലക്ഷ്മിയും ദുർഗയും രണ്ടുപേരുടെയും മൂർത്തികൾ ഉണ്ടാക്കുന്നു. മുതിർന്ന മമ്മയും ഇവിടെ ഇരിക്കുകയാണല്ലോ. അതിനെ ബ്രഹ്മപുത്ര എന്നും പറയുന്നു. ഈ ജന്മത്തിലെയും ഭാവിയിലെയും രൂപത്തിൻ്റെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമല്ലോ. എത്ര വണ്ടർഫുൾ ഡ്രാമയാണ്! ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശാസ്ത്രങ്ങളിൽ വരിക സാധ്യമല്ല. ഇത് പ്രാക്ടിക്കൽ ആക്ടിവിറ്റിയാണ്. കുട്ടികളായി നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനമുണ്ട്. ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആത്മാക്കളുടേതാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴാണോ രുദ്രയജ്ഞം രചിക്കുന്നത് അപ്പോൾ ലക്ഷക്കണക്കിന് സാലിഗ്രാമം ഉണ്ടാക്കുന്നു. ഒരിക്കലും ദേവിമാരുടെ ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ ഉണ്ടാക്കുകയില്ല. അതാകട്ടെ എത്ര പൂജാരിമാരുണ്ടായിരിക്കുമോ അത്രയും ദേവിമാരെ ഉണ്ടാക്കുന്നുണ്ടാകൂ. അവരാണെങ്കിൽ ഒരേ സമയത്ത് 1,00,000 സാലിഗ്രാമം ഉണ്ടാക്കുന്നു. അതിന് ഏതെങ്കിലും നിശ്ചിത ദിവസമുണ്ടായിരിക്കില്ല, ഏതെങ്കിലും മുഹൂർത്തമോ മറ്റോ ഇല്ല.
ദേവിമാരുടെ പൂജ ഫിക്സഡ് ടൈമിൽ നടക്കുന്നു. സേട്ടുമാർക്ക്, ധനിക വ്യവസായികൾക്ക് രുദ്രനെയോ സാലിഗ്രാമത്തെയോ രചിക്കണം എന്ന സങ്കല്പം വരുമ്പോൾ ബ്രാഹ്മണനെ വിളിക്കും. രുദ്രൻ എന്ന് പറയുന്നത് ഒരു ബാബയെയാണ്. പിന്നെ ആ ഒന്നിനോടൊപ്പം അനേകം സാലിഗ്രാം ഉണ്ടാക്കുന്നു. ആ സേട്ടുമാർ പറയുന്നു, ഇത്രയും സാലിഗ്രാം ഉണ്ടാക്കൂ. അതിന് തിഥിയും തീയതിയും ഒന്നും നിശ്ചയിക്കുന്നില്ല. ശിവജയന്തിക്ക് തന്നെ രുദ്രപൂജ ചെയ്യുന്നുമില്ല. അങ്ങനെയല്ല, പൊതുവെ ശുഭ ദിവസമായ വ്യാഴാഴ്ച തന്നെ വയ്ക്കുന്നു. ദീപാവലിക്ക് ലക്ഷ്മിയുടെ ചിത്രം താലത്തിൽ വച്ച് അതിനെ പൂജിക്കുന്നു, പിന്നെ സൂക്ഷിക്കുന്നു. അത് മഹാലക്ഷ്മിയാണ്, യുഗളാണല്ലോ. മനുഷ്യർ ഈ കാര്യങ്ങൾ അറിയുന്നതേയില്ല. ലക്ഷ്മിക്ക് പൈസ എവിടെ നിന്നുമാണ് ലഭിക്കുക? യുഗൾ വേണമല്ലോ. അപ്പോൾ ഈ ലക്ഷ്മി നാരായണൻ യുഗളാണ്. പേര് പിന്നെ മഹാലക്ഷ്മി എന്ന് വയ്ക്കുന്നു. ദേവിമാർ എപ്പോഴാണ് ഉണ്ടായിരുന്നത്? മഹാലക്ഷ്മി എപ്പോഴാണ് ഉണ്ടായിരുന്ന ശേഷം പോയത്? ഈ കാര്യങ്ങളൊന്നും മനുഷ്യർ അറിയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങളിലും എല്ലാവർക്കും ഏകരസ ധാരണ ഉണ്ടാകുന്നില്ല. ബാബ ഇത്രയും എല്ലാം മനസ്സിലാക്കിച്ചു തന്ന ശേഷവും പറയുന്നു, ശിവ് ബാബയെ ഓർമ്മയുണ്ടോ? സമ്പത്ത് ഓർമ്മയുണ്ടോ? മുഖ്യമായ കാര്യമാണ് ഇത്. ഭക്തിമാർഗത്തിൽ എത്ര പൈസ വേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ പൈസയും വേസ്റ്റ് ആകുന്നില്ല. നിങ്ങൾ സർവീസ് ചെയ്യുന്നു, സോൾവെന്റ് ആകുന്നതിന് വേണ്ടി. ഭക്തിമാർഗത്തിൽ വളരെയധികം പൈസ ചിലവ് ചെയ്യുന്നു, ഇൻസോൾവെന്റ് ആയി മാറുന്നു. എല്ലാം മണ്ണിനോട് ചേരുന്നു. എത്ര വ്യത്യാസമുണ്ട്! ഈ സമയത്ത് എന്തെല്ലാം ചെയ്യുന്നുവോ അത് ഈശ്വരീയ സർവീസിൽ ശിവ് ബാബയ്ക്ക് നൽകുന്നു. ശിവ് ബാബ ഭക്ഷിക്കുന്നില്ല. ഭക്ഷിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ബ്രാഹ്മണർ ഇടയിൽ ട്രസ്റ്റിയാണ്. ബ്രഹ്മാവിനല്ല നൽകുന്നത്, നിങ്ങൾ ശിവ് ബാബയ്ക്കാണ് നൽകുന്നത്. പറയുന്നു, ബാബ അങ്ങേക്ക് വേണ്ടി മുണ്ടും കമീസും കൊണ്ടുവന്നിരിക്കുകയാണ്. ബാബ പറയുന്നു, ഇദ്ദേഹത്തിന് നൽകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ശേഖരണവും ഉണ്ടാകുന്നില്ല. ശേഖരണം ഉണ്ടാകുന്നത് നിങ്ങൾ ശിവ് ബാബയെ ഓർമ്മിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് നൽകുമ്പോഴാണ്. പിന്നെ ബ്രാഹ്മണർ ശിവ് ബാബയുടെ ഖജനാവിലൂടെ തന്നെയാണ് പാലിക്കപ്പെടുന്നത് എന്നതും മനസ്സിലാക്കുന്നുണ്ട്. എന്ത് അയക്കട്ടെ എന്ന് ബാബയോട് ചോദിക്കേണ്ട ആവശ്യമേയില്ല. ഇദ്ദേഹം വാങ്ങുകയില്ല. അഥവാ ബ്രഹ്മാവിനെയാണ് ഓർമ്മിച്ചതെങ്കിൽ നിങ്ങളുടെ ശേഖരണമേ ഉണ്ടാകില്ല. ബ്രഹ്മാവിന് സ്വീകരിക്കേണ്ടത് ശിവ് ബാബയുടെ ഖജനാവിൽ നിന്നാണ്. അപ്പോൾ ശിവ് ബാബയുടെ തന്നെ ഓർമ്മയുണ്ടാകും. നിങ്ങളുടെ വസ്തു എന്തിനു സ്വീകരിക്കണം? BKക്ക് നൽകുന്നതും റോങ് ആണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ആരിൽ നിന്നെങ്കിലും സാധനം വാങ്ങി ധരിക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും നിസ്സാര വസ്തുവാണെങ്കിൽ അവരുടെ കാര്യം ഉണ്ടായിരിക്കില്ല. നല്ല വസ്തുവാണെങ്കിൽ കൂടുതൽ ഓർമ്മ വരുത്തും, ഇന്നയാളാണ് ഇത് നൽകിയത് എന്ന്. അവർക്ക് ഒരു ശേഖരണവും ഉണ്ടാകുന്നില്ല. അപ്പോൾ നഷ്ടമുണ്ടായല്ലോ. ശിവ് ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. എനിക്ക് വസ്ത്രത്തിൻ്റെയും മറ്റും ആവശ്യമില്ല. വസ്ത്രവും മറ്റും കുട്ടികൾക്കാണ് വേണ്ടത്. അവർ ശിവ് ബാബയുടെ ഖജനാവിൽ നിന്നും ധരിക്കും. എനിക്ക് സ്വന്തമായി ശരീരമില്ല. ഇദ്ദേഹം ശിവ് ബാബയുടെ ഖജനാവിൽ നിന്നും നേടുന്നതിൻ്റെ അവകാശിയാണ്. രാജപദത്തിൻ്റെയും അവകാശിയാണ്. ബാബയുടെ വീട്ടിൽ തന്നെയാണല്ലോ കുട്ടികൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. നിങ്ങളും സർവീസ് ചെയ്യുന്നു, സമ്പാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര അധികം സർവീസ് ഉണ്ടായിരിക്കുമോ അത്രയും അധികം സമ്പാദ്യം ഉണ്ടാകും. ശിവ് ബാബയുടെ ഭണ്ഡാരിയിൽ നിന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യും. ആ ഒന്നിന് നൽകിയില്ലെങ്കിൽ ശേഖരണമേ ഉണ്ടാകില്ല. ശിവ് ബാബയ്ക്ക് തന്നെയാണ് നൽകേണ്ടത്. ബാബ അങ്ങയിൽ നിന്നും ഭാവിയിൽ 21 ജന്മങ്ങളിലേക്ക് പതിയാകും. പൈസ ഇല്ലാതായി പോകും. അതിനാൽ സമർത്ഥനായവന് നമ്മൾ നൽകുകയാണ്. ബാബ സമർത്ഥനാണല്ലോ. 21 ജന്മത്തേക്ക് ആ ഒന്ന് നൽകുന്നു. ഇൻഡയറക്റ്റായും ഈശ്വരാർത്ഥം നൽകുന്നുവല്ലോ.
ഇൻഡയറക്റ്റ് ആയതിൽ ഇത്രയും ശക്തിയില്ല. ഇപ്പോഴാണെങ്കിൽ വളരെയധികം ശക്തിയുണ്ട്. കാരണം മുന്നിലുണ്ട്. വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി ഈ സമയത്തേക്ക് വേണ്ടിയാണ്. ഈശ്വരാർത്ഥം എന്തെങ്കിലും ദാനപുണ്യം ചെയ്യുകയാണെങ്കിൽ അല്പകാലത്തേക്ക് എന്തെങ്കിലും ലഭിക്കുന്നു. ഇവിടെയാണെങ്കിൽ ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ മുന്നിലുണ്ട്, ഞാൻ തന്നെയാണ് നൽകുന്നവൻ. ഇദ്ദേഹവും ശിവ് ബാബയ്ക്ക് സർവ്വതും നൽകി മുഴുവൻ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടിയെടുത്തുവല്ലോ. ഈ വ്യക്തത്തിൻ്റേത് തന്നെയാണ് അവ്യക്ത രൂപത്തിൽ സാക്ഷാത്കാരം ഉണ്ടാകുന്നത് എന്നതും അറിയുന്നുണ്ട്. ഇദ്ദേഹത്തിൽ ശിവ് ബാബ വന്ന് കുട്ടികളോട് സംസാരിക്കുന്നു. നമ്മൾ മനുഷ്യനിൽ നിന്നും വാങ്ങാം എന്ന ചിന്ത ഒരിക്കലും വരാൻ പാടില്ല. പറയൂ, ശിവ് ബാബയുടെ ഭണ്ഡാരിയിലേക്ക് അയക്കൂ. ഇദ്ദേഹത്തിന് നൽകുന്നതിലൂടെ യാതൊന്നും ലഭിക്കില്ല, കൂടുതൽ നഷ്ടമുണ്ടാകും. ദരിദ്രരാണെങ്കിൽ 3-4 രൂപയുടെ ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നൽകും. ഇതിനേക്കാൾ ശിവ് ബാബയുടെ ഭണ്ഡാരയിൽ ഇടുന്നതിലൂടെ കോടിയാകും. സ്വയം തനിക്ക് നഷ്ടമുണ്ടാക്കരുത്. പൂജ പൊതുവെ ദേവിമാരുടേത് തന്നെയാണ് നടക്കുന്നത്. കാരണം നിങ്ങൾ ദേവിമാർ തന്നെയാണ് വിശേഷിച്ച് ജ്ഞാനം നൽകുന്നതിന് നിമിത്തമാകുന്നത്. ഗോപന്മാരും മനസ്സിലാക്കിക്കുന്നുണ്ട്. എന്നാൽ പൊതുവെ മാതാക്കൾ തന്നെയാണ് ബ്രാഹ്മണിയായി വഴി പറഞ്ഞു കൊടുക്കുന്നത്. അതിനാൽ ദേവിമാർക്ക് കൂടുതൽ പേരുണ്ട്. ദേവിമാരുടെ വളരെയധികം പൂജയുണ്ടാകുന്നു. ഇതും കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പകുതി കൽപ്പം നമ്മൾ പൂജ്യരായിരുന്നു. ആദ്യം ഫുൾ പൂജ്യമാണ്, പിന്നെ സെമി പൂജ്യം. കാരണം 2 കല കുറയുന്നു. രാമന്റെ ഡിനാസ്റ്റി എന്ന് ത്രേതയിലാണ് പറയുന്നത്. അവരാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം പറയുന്നു. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും കണക്ക് ഉണ്ടാവുക സാധ്യമല്ല. ഭക്തിമാർഗത്തിലുള്ളവരുടെ ബുദ്ധിയിലുള്ളതും നിങ്ങളുടെ ബുദ്ധിയിലുള്ളതും തമ്മിൽ എത്ര രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈശ്വരീയ ബുദ്ധിയാണ്, അവർ രാവണന്റെ ബുദ്ധിയാണ്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഈ മുഴുവൻ ചക്രവും 5000 വർഷത്തിൻ്റേതാണ്. അത് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആരാണോ രാത്രിയിലായിരിക്കുന്നത് അവർ പറയുന്നു ലക്ഷക്കണക്കിന് വർഷം എന്ന്. ആര് പകലിലാണോ അവർ പറയുന്നു 5000 വർഷമെന്ന്. പകുതി കൽപ്പം ഭക്തിമാർഗത്തിൽ നിങ്ങൾ അസത്യമായ കാര്യങ്ങൾ കേട്ടു. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതേയില്ല. അവിടെ സമ്പത്ത് ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് മതം ലഭിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീത ഉണ്ടല്ലോ. മറ്റൊരു ശാസ്ത്രത്തിലും ശ്രീമദ് എന്ന നാമമില്ല. ഓരോ 5000 വർഷത്തിനു ശേഷവും ഈ പുരുഷോത്തമ സംഗമയുഗം അഥവാ ഗീതയുടെ യുഗം വരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ആയിരിക്കുക സാധ്യമല്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നുവെങ്കിൽ സംഗമത്തിലേക്ക് കൊണ്ടുപോകും. പരിധിയില്ലാത്ത ബാബ രചയിതാവിൻ്റെ, അതായത് തൻ്റെയും രചനയുടെയും മുഴുവൻ പരിചയവും നൽകി. എന്നിരുന്നാലും പറയുന്നു, ശരി, ബാബയെ ഓർമ്മിക്കൂ. മറ്റൊന്നും ധാരണ ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. പവിത്രവും ആവുക തന്നെ വേണം. ബാബയിൽ നിന്നും സമ്പത്തെടുക്കുകയാണ്. അപ്പോൾ ദൈവിക ഗുണവും ധാരണ ചെയ്യേണ്ടതുണ്ട്. ശരി, മധുരമധുരമായ സിഖിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 21 ജന്മങ്ങളിലേക്ക് പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്നതിനായി ഡയറക്റ്റ് ഈശ്വരീയ സേവനത്തിൽ സർവ്വതും സഫലമാക്കണം. ട്രസ്റ്റിയായി ശിവ് ബാബയുടെ പേരിൽ സേവനം ചെയ്യണം. ഓർമ്മയിൽ എത്ര സമയം ഇരിക്കുന്നോ അത്രയും സമയം ബുദ്ധി എവിടെയെല്ലാം പോയി എന്നത് ചെക്ക് ചെയ്യണം. തൻ്റെ സത്യമായ ചാർട്ട് വയ്ക്കണം. നരനിൽ നിന്നും നാരായണൻ ആകുന്നതിനായി ബാബയുടെയും സമ്പത്തിൻ്റെയും ഓർമ്മയിലിരിക്കണം. വരദാനം: വിസ്മൃതിയുടെ ലോകത്തിൽ നിന്നും മാറി സ്മൃതി സ്വരൂപമായിരുന്ന് ഹീറോ പാർട്ട് അഭിനയിക്കുന്ന വിശേഷ ആത്മാവായി ഭവിക്കട്ടെ.
ഈ സംഗമയുഗം സ്മൃതിയുടെ യുഗമാണ്. കലിയുഗം വിസ്മൃതിയുടെ യുഗമാണ്. നിങ്ങൾ ഏവരും വിസ്മൃതിയുടെ ലോകത്ത് നിന്നും മാറി വന്നിരിക്കുകയാണ്. ആരാണോ സ്മൃതി സ്വരൂപം, അവർ തന്നെയാണ് ഹീറോ പാർട്ട് അഭിനയിക്കുന്ന വിശേഷ ആത്മാവ്. ഈ സമയത്ത് ഡബിൾ ഹീറോ ആണ്. ഒന്നാമതായി വജ്രസമ്മാനം വാല്യുബിൾ ആയിരിക്കുകയാണ്. രണ്ടാമതായി ഹീറോ പാർട്ടാണ്. അപ്പോൾ ആഹാ എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം എന്ന് ഹൃദയത്തിലെ ഗീതം സദാ മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഏതുപോലെ ദേഹത്തിൻ്റെ ഓക്യുപ്പേഷൻ ഓർമ്മയുണ്ടായിരിക്കുന്നു, അതേപോലെ ഞാൻ ശ്രേഷ്ഠ ആത്മാവാണ് എന്ന് ഈ അവിനാശി ഓക്യുപ്പേഷൻ ഓർമ്മയുണ്ടായിരിക്കട്ടെ. അപ്പോൾ വിശേഷ ആത്മാവ് എന്ന് പറയും. സ്ലോഗൻ: ധൈര്യത്തിൻ്റെ ആദ്യത്തെ ചുവട് മുന്നോട്ട് വയ്ക്കൂ. അപ്പോൾ ബാബയുടെ സമ്പൂർണ്ണ സഹായം ലഭിക്കും. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ
പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന് ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.